ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ നമ്മളെ കഥ ഇന്ന് നമ്മുടെ ചക്കരേൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. ചക്കരേൻ്റെ അതിനെത്തിയാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ചക്കരേൻ്റെ എൻഗേജ്മെൻറ്റ് ഈ ഞായറാഴ്ച, അതായത് സെപ്റ്റംബർ 28-ന്. എല്ലാം പെട്ടെന്നായിരുന്നേ. അങ്ങനെ നമ്മൾ സെപ്റ്റംബർ 28 വന്നെത്തി. നമ്മളെ ബന്ധുക്കളും ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചക്കര രാവിലെ 7 മണി തൊട്ട് ഒരുങ്ങാൻ തുടങ്ങി. ചക്കരനെ ഒരുക്കിയത് നമ്മൾ സീമേച്ചിയാണേ. സീമേച്ചിൻ്റെ മാമൻ്റെ മോളാണ് കേട്ടോ. അങ്ങനെ ചക്കരനെ നല്ല പോലെ തന്നെ ഒരുക്കിയിട്ടുണ്ട് സീമേച്ചേച്ചി. ചക്കർക്ക് നല്ല പോലെ ചേർന്നിട്ടുണ്ട് കേട്ടോ. ഒരുക്കിയതാണെങ്കിലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം ഇനി ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് കേട്ടോ. പെരിയ രാജ് അറീനയിലായിരുന്നേ ഇന്നത്തെ ഫംഗ്ഷൻ നടക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരുങ്ങി. ഞാൻ ഒരുങ്ങിയിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മുടെ കയ്യിൽ ചെറിയ വാവയുണ്ട്, നമ്മളെ പാപ്പക്കുട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഒരുങ്ങാനും കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനും അർജുവേട്ടനും കുറച്ച് മെല്ലെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കൂടെ തന്നെയായിരുന്നു കേട്ടോ സീമ ചേച്ചി ഉണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ ചക്കരയും അച്ഛനും നിഷി അവരൊക്കെ കൂടിയിട്ട് പോയി. നമ്മൾ പാത്തുക്കുട്ടി ഉണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ വേഷം വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. വേഷം കെട്ടി വന്ന കുട്ടി ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഞെട്ടി, കാരണം ആൾക്കാരൊക്കെ പോകുന്നുണ്ട്, എന്താ സംഭവം തിരിയുന്നില്ല. ഞാൻ മുമ്പ് പറയുന്നത് നവരാത്രി സമയത്ത് നമ്മളെ നാട്ടിൽ ഇങ്ങനെ വേഷം കെട്ടിയിട്ട് വരാറുണ്ട് എന്നുള്ളത്. അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് ആ കുട്ടി പോയി. പിന്നെ സീമ ചേച്ചി എന്നെ ചെറുതായിട്ടൊന്ന് ഒരുക്കി കേട്ടോ. കാരണം ഇപ്പം പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഫുള്ള് നമുക്ക് പിഗ്മെൻറ്റേഷനും കാര്യം നമ്മൾ ഹോർമോൺ ചേഞ്ചസ് കാരണം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് കുറച്ച് പിഗ്മെൻറ്റഡ് ആയിരുന്നു സ്കിൻ. അതൊക്കെ ഒന്ന് ഓക്കെ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് ഒരുങ്ങി. പിന്നെ 12 മണിക്ക് 1 മണിക്കായിരുന്നേ നമുക്ക് മുഹൂർത്തം ഉണ്ടായിരുന്നത്. നമ്മൾ ഇറങ്ങാൻ തന്നെ ലേറ്റായി. നമ്മൾ എത്തുമ്പോൾ തന്നെ റിംഗ് എക്സ്ചേഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ നല്ല ഭാഗങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കും അർജുവേട്ടനെ മിസ്സായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടേക്ക് എത്തി. നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ചടങ്ങൊക്കെ കഴിഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ അമ്മയും അച്ഛനും ശൈലമായി അവരൊക്കെ നേരത്തെ വന്നിട്ട് അവരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇത് ചെറുക്കൻ്റെ ഫാമിലി ആയിരുന്നേ. അങ്ങനെ എല്ലാവരെയും പരിചയപ്പെട്ടു. അവർ ഫാമിലിയായിട്ടൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫർ അനിമാമനായിരുന്നു, അതായത് നമ്മൾ ബിന്ദു ആൻറ്റീൻ്റെ അനിയൻ. പിന്നെ ഇങ്ങനെയുള്ള ഫംഗ്ഷനിലാണല്ലോ ബന്ധുക്കളൊക്കെ പരസ്പരം കാണാറും സംസാരിക്കാറൊക്കെ ഉള്ളത്. അങ്ങനെ എല്ലാവരും പരസ്പരം സംസാരിച്ചും ഒക്കെ അങ്ങനെ ഇരിക്കുകയാണ്. ഇത് നമ്മുടെ പൂച്ചക്കാട് ഫാമിലിയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ പാത്തൂനെ മിസ്സായിരുന്നേ. അങ്ങനെ അച്ഛൻ കൊണ്ടുവന്നു പാത്തൂനെ. അങ്ങനെ പാത്തൂനും കൂടി ഇരുത്തിയിട്ട് നമ്മൾ ആ ഫോട്ടോ കംപ്ലീറ്റ് ആക്കി. പിന്നെ പാപ്പക്കുട്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ഞാനെല്ലാ ഫോട്ടോയിൽ ഇരുന്നിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഫാമിലി കിരണും കൂടി വന്നതോടെ കുറച്ചും കൂടി ബിഗ് ആയിട്ടുണ്ട് കേട്ടോ. കിരണും പാപ്പും ഇപ്പം അടുത്ത് വന്ന 2 ആൾക്കാരാണ്. അങ്ങനെ അടുത്ത് നമ്മൾ കാഞ്ഞങ്ങാട് ഫാമിലി ആയിരുന്നു. കാഞ്ഞങ്ങാടിലുള്ളവരും ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നിഷിയും അനിയേട്ടനും തീർത്തിയും പാത്തും കൂടിയിട്ട് ചക്കരേൻ്റെ കിരണിനും കൂടി ഫോട്ടോ എടുത്തു. അങ്ങനെ അവരെ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അതിനിടയിൽ പാത്തുവിൻ്റെ കളിയൊക്കെ ഉണ്ടായിരുന്നു. പാത്തുവിന് ചെറിയ ഒരു ജലദോഷമോ തൊണ്ടവേദനയൊക്കെ ഉണ്ടായതുകൊണ്ട് എന്തായാലും പാത്തു സൈഡൊന്നായി നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും കൂടി കടങ്ങി കളിച്ച് നടന്നു. പിന്നെ ഞാനും നിഷേച്ചും കൂടിയിട്ട് നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ പാത്തും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ 3 പേരും അച്ഛനും അമ്മയും അങ്ങനെ നിൽക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പാത്തുക്കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് പാപ്പക്കുട്ടീനെ നമ്മുടെ പെരലത്തെ അമ്മ പിടിച്ചിട്ടുണ്ടായിരുന്നു. സാധാ ചോറായിരുന്നു അർജുവേട്ടൻ കഴിച്ചിരുന്നത്. നവരാത്രി ആയതുകൊണ്ട് അർജുവേട്ടൻ ഇപ്പോൾ വ്രതത്തിലാണ്. പക്ഷേ എനിക്ക് വ്രതമൊന്നുമില്ല കേട്ടോ. ഞാൻ ബിരിയാണിയും ചില്ലിയും ഒക്കെ കൂട്ടി അങ്ങനെ അടിച്ചു മാറി. അതിനൊക്കെ പാത്തു നമ്മൾ ഓപ്പോസിറ്റ് ഇരുന്ന് പലതരത്തിൽ കളിയൊക്കെ കളിക്കുന്നുണ്ട്, നമ്മൾ ചിരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. നമ്മൾ കാഞ്ഞങ്ങാട് ഫാമിലിയാണ് കേട്ടോ. ഫുഡൊക്കെ സൂപ്പറായിരുന്നേ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി അടുത്ത് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അത് ചക്കരക്കിട്ടി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് നമ്മളെ പാത്തുക്കുട്ടിയും ഒക്കെ ഇരുന്നിട്ട് പാത്തുവിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. കാരണം ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പാത്തു അത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു. അങ്ങനെ പാത്തു എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഒരുമിച്ചിരുന്നത് അൺബോക്സൊക്കെ ചെയ്തു, ഗിഫ്റ്റൊക്കെ കിട്ടിയത്. അങ്ങനെ നമ്മൾ വിചാരിച്ചാലും നന്നായിട്ട് തന്നെ നമ്മുടെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. മിഠായും കാര്യം കിട്ടിയതിലൂടെ നമ്മളെ പാത്തു ഹാപ്പിയായി. നമ്മൾ ഡബിൾ ഹാപ്പി.